ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ബോട്ടം വന്നിട്ടുള്ളത് 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കർമ്മത്തിൻ്റെ ഫലം വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ കൊടുത്തത് അതിൻ്റെ ഫലം തിരികെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അബൻഡൻസിൻ്റെ ഒരു ഫ്ലോ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പൈസ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അത് റിലേഷൻഷിപ്പിലാകട്ടെ, അല്ലെങ്കിൽ കരിയറിലാകട്ടെ, ഈവൻ ഫിനാൻസിലാകട്ടെ, നിങ്ങൾക്ക് ചെയ്തതിനുള്ള ഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഒന്ന് സഹായിക്കാനായി വരുന്നതാകാം. അപ്പോൾ ഈ സമയം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഗൈഡൻസ് വേണ്ടിയ ആൾക്കാർക്ക് അത്തരത്തിലായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആവശ്യം, അത് നിങ്ങൾക്കൊരു സഹായമായിട്ട് എത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നല്ലൊരു വ്യക്തിയുടെ സഹായം ഈ സമയം നിങ്ങൾക്ക് കിട്ടാം. അല്ലെങ്കിൽ ഏത് വഴിയാണോ നിങ്ങൾക്കൊരു സഹായം വേണ്ടിയത് അത്തരത്തിലൊരു സഹായം ഈ സമയം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. പിന്നെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും പഠിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ്. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ ഡീപ്പായിട്ട് പഠിക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു പക്ഷേ അറിയാമായിരിക്കാം, പക്ഷേ ഡീപ്പായിട്ടുള്ളൊരു നോളേജ് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആരുടെയെങ്കിലും അടുത്ത് നിങ്ങൾ പോയി ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാരോട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു സമയം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. ശരിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം ഒരു പക്ഷേ നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും നെഗറ്റീവ് തോട്ട്സ് വരുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം മാറ്റിക്കളയുന്ന ഒരു എനർജിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം മാറ്റിക്കളയാനുള്ളൊരു എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളത് വിട്ടുകളയുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു സ്പിരിച്വലായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ വലിയൊരു ലൈഫ് ചേഞ്ചിങ്ങിനുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ നിങ്ങളിവിടെ തീരുമാനിക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാവാം. അത്തരത്തിലൊരു എനർജി ഇതിനകത്തുണ്ട്. ചിലപ്പോൾ ഓഫീസ് ആവശ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാരിവിടെ പഠിക്കാനായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ വീട് വിട്ട് കുറച്ച് ദൂരേക്ക് മാറി നിന്ന് പഠിക്കാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിവിടെ വിട്ട് കളയുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യം, അതായത് ഈ സമയം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാവാം. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെ നിങ്ങളൊരു പക്ഷേ ആലോചിക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്കത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ചാൽ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് തീർക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം, വളരെ ആലോചിച്ച്, വളരെ കൃത്യമായിരിക്കണം നിങ്ങളുടെ ആ ഒരു ഇടപെടൽ എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ മജീഷ്യനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മാജിക് നടക്കും എന്നുള്ളതാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ മാജിക്കിലൂടെ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ മാജിക് എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കും. നിങ്ങൾക്ക് ഏറെ കഴിവുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മിറാക്കിൾസ് വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കുക. അതിനോടിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നിങ്ങൾ വലുതായിട്ട് കാണാതിരിക്കുക. അത് നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം മാനിഫെസ്റ്റേഷൻസ് വർക്കാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ റിയാലിറ്റിയിൽ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക.
നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളുള്ള ഒരു സമയമാണ്. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആളാണെന്നും എല്ലാ കാര്യങ്ങളിലും നീതിപൂർവം നിങ്ങൾ ഇടപെടും എന്നുമൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് അധിക്ഷേപിച്ച അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരു സത്യമുള്ള ആളാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. അതുപോലെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, വളരെ ബോൾഡായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയുമുണ്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ലക്ഷ്യബോധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഈ ഒരു സമയം വന്നേക്കാം. ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ട്രാവൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സഡനായിട്ടുള്ളൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം ഈ സമയം വരുമെന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ശരിക്കും ഒരു തീവ്രമായൊരു പ്രണയം ആരോടെങ്കിലും തോന്നാനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ തീവ്രമായൊരു പ്രണയത്തോടു കൂടി നിങ്ങളെ ആരെങ്കിലും സമീപിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം ചില ആൾക്കാർ നിങ്ങളുടെ ഫിനാൻസ് സംബന്ധിച്ച് വളരെ കരുതലുണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ സമയം ആലോചിക്കുന്നുണ്ടാവാം. അത്തരത്തിൽ ചിലർ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന എനർജി ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചാരിറ്റി ചെയ്യാൻ ശ്രമിക്കണം എന്നും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്ന ഒരു സന്തോഷമാണ് നിങ്ങൾക്കുള്ളത്. മാത്രമല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷവും സമാധാനവും ഒരു ശുഭാപ്തി വിശ്വാസവും ഒക്കെ ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നന്മ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും വിധിയിൽ വിശ്വസിക്കുന്നുണ്ട്, കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കർമ്മത്തിൽ വിശ്വസിക്കുക. കാരണം നമ്മളെ ആരൊക്കെ ഇൻസൾട്ട് ചെയ്താലും അല്ലെങ്കിൽ ആരൊക്കെ ദ്രോഹിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ അതിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കും. കാരണം എല്ലാ കാലവും എല്ലാവരെയും ട്രാപ്പിലാക്കി വെക്കാനോ ദ്രോഹിക്കാനോ ഒന്നും തന്നെ പറ്റില്ല. നമ്മളൊരു നല്ല കർമ്മം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പലരും ചിന്തിക്കുന്നുണ്ടാവാം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിത്തരത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബാഡ് സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ആളുകളെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കാര്യം വന്നാലും വളരെ ബോൾഡായിട്ട് നേരിടാൻ പറ്റും. അതായത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ലൈഫിൽ വേറെ എന്ത് സാഹചര്യം അത്തരത്തിൽ വരുമ്പോഴും വളരെ ബോൾഡായിട്ട് നേരിടാൻ നമ്മൾക്ക് സാധിക്കും. അപ്പോൾ വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ലഭിച്ച അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാനും
അവർക്കൊരു ആശ്വാസമാകാനുമൊക്കെ സാധിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ദൈവം തരുന്നത്. മാത്രമല്ല നമുക്ക് സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയം വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഈഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റിക്കളയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിക്കളയേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എനിക്കിത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഈഗോ ഉണ്ടാവാം. ഞാനങ്ങനെ താഴാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ ഈ പ്രായത്തിലും ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, കാരണം ഇത്രയും കാലം ചെയ്യാതിരുന്ന കാര്യം ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡ് ചില ആൾക്കാർക്ക് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. നമുക്കൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് കാര്യത്തിലായാലും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന് കരുതി ആഗ്രഹിച്ചതെല്ലാം ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഈഗോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഈഗോ ആ ഒരു ചെയിനൊക്കെ മുറിച്ച് പുറത്ത് കടക്കണം എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളൊരു ഇലീഷൻ വേൾഡിലാണ്. നിങ്ങൾ സ്വയം ട്രാപ്പിലായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചിട്ടുള്ളത്, അല്ലാതെ വേറെ ആരും അല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രാപ്പിൽ നിന്നും നിങ്ങളൊന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. പിന്നെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു അഡിക്ഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ട്രാപ്പിലായിരിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ ട്രാപ്പിലാക്കിയിരിക്കുന്ന ആ ഒരു ചങ്ങലയൊക്കെ പൊട്ടിച്ച് മാറ്റി നിങ്ങൾ പുറത്തിറങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്വതന്ത്രരാകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരാളുടെ ഇഷ്ടം മാത്രം നോക്കി ഒന്നും പറയാനാകാതെ ചിലപ്പോൾ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതായത് ചില റിലേഷൻഷിപ്പിൽ നമ്മൾ പെട്ടുപോയാൽ ഒന്നും ചെയ്യാൻ പറ്റൂല, അവരുടെ ഇഷ്ടത്തിന് മാത്രം നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങളൊരു ട്രാപ്പിലായിരിക്കുന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചങ്ങലയൊക്കെ പൊട്ടിച്ച് നിങ്ങൾ അതിൽ നിന്നും പുറത്തിറങ്ങി സ്വതന്ത്രരാകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ സ്ട്രെങ്താണ്. അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എടുത്തു ചാടി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിവുണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ എന്തു വന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു തോന്നൽ ഈ സമയം തോന്നുന്നു എന്നുള്ളതാണ്. പിന്നെ പാർട്ടിസിപ്പേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊരു 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അത് ഒരുപക്ഷെ വിവാഹമാകാം, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഒക്കെ പുറത്തു പോകുന്നതായിരിക്കാം. അപ്പോൾ ഇത് കൂടുതലായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ കൂടിച്ചേരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ നിങ്ങളുടെ സോൾ കണക്ഷനുള്ളൊരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നതിൻ്റെ ഒരു സന്തോഷവും ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി
സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.